അസ്സലാമു അലൈക്കും. ആരിഫാണ്. രാവിലെ തന്നെ വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് വർക്കിനുള്ള പോക്കാണ്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ഗാഡി. ഇതാണ് അതിൻ്റെ കപ്പിത്താൻ. പേര് കേട്ടാൽ നിങ്ങൾ നെട്ടും. അൽ അൽത്താഫ് അഹമ്മദ് സെയ്ദ് ഖാൻ എന്നാൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഉണ്ട്, സെയ്ദാക്ക. നമുക്ക് പോയി നോക്കിയാലോ? ആദ്യം തന്നെ വണ്ടിൻ്റെ വയറ് നിറച്ചിട്ടാണ് പോവുക. അല്ലെങ്കിൽ ഇനി വൈന്ന് പണി കിട്ടിയാലോ? എന്തായാലും 800 ഇത്തിരി കൂടുതലല്ലേ. ആ 800 റുപ്യക്ക് എത്ര പൊറാട്ട വാങ്ങാം? ഇന്നത്തെ നമ്മളെ റൂട്ട് വള്ളാഞ്ചേരിയാണ്. അപ്പോൾ നമുക്ക് കാണാത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോരാം. കാണാത്ത കാഴ്ചയല്ലെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാട്ടോ. എന്നാലും ഇതെങ്ങനെയാണ് ഈ ടവർ ഈ പാടത്ത് മാത്രം ഇങ്ങനെ കൊടുക്കണമെന്ന് ഒരു ഐഡിയ കിട്ടും. എന്നാൽ ഇനിയാണ് കഥ ആരംഭിക്കണേ. ഞാൻ ഇയാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാളിപ്പം നിങ്ങൾ കാണുമ്പോൾ ഇയാൾ ദിക്കറില്ലേ, യാസീനോദിയ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതും. എന്നാൽ അതൊന്നുമല്ല, പാട്ട് പാടാണ്. അയാളൊരു നിമിഷ കവിയാണ്. പെട്ടെന്ന് പാട്ടുണ്ടാക്കും. റോഡിൽ കാണുന്ന എന്ത് കണ്ടാലും പാട്ടുണ്ടാക്കും. ആ പാട്ടുകളൊക്കെ ഞാൻ വൈകാതെ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. ഇത് കണ്ട നിങ്ങൾ KMT വരെ ബ്രോക്കർ പരിപാടി തുടങ്ങിയെന്ന് ഞാൻ കരുതി. അങ്ങനത്തെ പരസ്യമാണ് ഈ കൊടുത്തേക്കണേ. ഇത് എല്ലാ തവണ പോകുമ്പോഴും മനസ്സിലാവില്ല ഇതെന്താണ് സംഭവം എന്ന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ദേവസ്വം ബോർഡിൻ്റെ പശു ഫാമാണിത്. ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഒരു പശുക്കളെയും പുറത്ത് കാണാനല്ല, ആകെ മൂഞ്ചി തെറ്റിയിരുന്നു. എന്തായാലും വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇട്ടു. അപ്പോൾ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരാം.